കഴിഞ്ഞ ദിവസം എക്സൈസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട 2 നൊബേലിൻ്റെ ചോദ്യങ്ങളായിരുന്നു. രണ്ടും നമ്മൾ എന്ത് ചെയ്തതാണ്, ഇതുപോലെ ട്രിക്കോട് കൂടെ കണക്ഷനായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. എത്ര പേര് അത് ഓർത്ത് ഉത്തരം എഴുതി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ആ പറഞ്ഞ കണക്ഷൻ ഇതായിരുന്നു. ഒന്ന് ചോദ്യം ഇത്: 2021 ഡേവിഡ് ജൂലിയസും ആഡം പറ്റപ്പൗഡിയനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? ഉത്തരം വൈദ്യശാസ്ത്രമായിരുന്നു. കാരണം ഇത് നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വൈദ്യശാസ്ത്രം 2021 നൊബേൽ പുരസ്കാരം നേടിയത് ഡേവിഡ് ജൂലിയസ് ഓഡം പറ്റപ്പുടിയാൻ. ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? വിഡ് ജൂലിയസെ പറ്റിപ്പിടിക്കല്ലേ, വൈദ്യപരിശോധന നടത്തേണ്ടി വരും എന്നാണ് നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ അങ്ങനത്തെ കണക്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ജന്മത്തിൽ എന്ത് ചെയ്യൂല, അത് ഏത് വർഷത്തെ ആണെങ്കിലും നമ്മൾ മറക്കൂല എന്നുള്ളതാണ്. നമ്മൾ ആ പറയുന്നതിൽ തന്നെ നോക്ക്, വിഡ് ജൂലിയസെ പറ്റിപ്പിടിക്കല്ലേ, ഡേവിഡ് ജൂലിയസ് പറ്റപ്പുടിയാൻ. ഏതാ മേഖല? വൈദ്യപരിശോധന നടത്തേണ്ടി വരും, വൈദ്യശാസ്ത്രം. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഒരെണ്ണം വന്നതെന്ന് പറയുന്നത്, ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്റ്റ്, ജോൺ എഫ് ക്ലോസർ, ആൻഡൺ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഇവിടെ ഉത്തരം ക്വാണ്ടം മെക്കാനിക്സ് ആയിരുന്നു. ഇതും ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത, യൂട്യൂബിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു കണക്ഷൻ ആയിരുന്നു. ഈ പറയുന്ന ഭൗതിക ശാസ്ത്രത്തിൽ 2022 ഇവർ നേടുന്ന സമയത്ത് ക്ലോസർ, സെയിലിംഗർ, ആസ്പെക്റ്റ് ഇവർക്ക് ക്വാണ്ടം മെക്കാനിക്സിലാണ് എന്ത് ചെയ്യുന്നത്, പുരസ്കാരം ലഭിക്കുന്നത്. ഇത് ഓർക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തത്, നമ്മൾ കരിക്കിൽ ജോർജ് ഒരു ട്രൗസർ വിൽക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ട്രൗസർ സെയിൽ ചെയ്യുന്ന ആസ്പെക്റ്റിൽ ക്വാണ്ടം സെയിൽ ചെയ്യുന്നു എന്നുള്ള ലെവലിൽ എന്ത് ചെയ്താൽ മതി, ആലോചിച്ചാൽ മതി. അപ്പോൾ നോക്കി നോക്ക്, ട്രൗസർ എന്നുള്ള അതേ വാക്കിനോട് ക്ലോസർ, സെയിൽ ചെയ്യുന്ന സെയിലിംഗർ, ആസ്പെക്റ്റ് ക്വാണ്ടം സെയിൽ ചെയ്യുന്നു, ക്വാണ്ടം മെക്കാനിക്സിൽ. ഇത് രണ്ടും ഓർത്ത് ഉത്തരം എഴുതിയവരുണ്ടെങ്കിൽ, കാരണം ഒന്ന് 2021 ഏതാണ്, ഒന്ന് 2022 ഏതാണ്. അപ്പോൾ ഇതുപോലുള്ള കണക്ഷൻ പരീക്ഷാ ഹാളിൽ നമുക്ക് പെട്ടെന്ന് ഹെൽപ്ഫുൾ ആവും, പെട്ടെന്ന് ഇതെല്ലാം ഓർക്കാനും സഹായകരമാവും. വീണ്ടും കാണാം. താങ്ക്